ജി ടി എഡ്യൂക്കേഷൻ ഡയറക്ടറിയുടെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം വരുന്ന ചൊവ്വാഴ്ചയാണ് +1 ഹയർ സെക്കൻഡറിയുടെ +1ന്റെ അക്കൗണ്ടിങ്ങിന്റെ പരീക്ഷ നടക്കുകയാണല്ലോ. അപ്പോൾ അക്കൗണ്ടിങ് വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ മുൻ പബ്ലിക് പരീക്ഷ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം 60 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ സമയം അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. ഓക്കെ, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുവാൻ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിന്റെ മോഡൽസ് ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് A+ തന്നെ കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ദ ബിസിനസ് ഈസ് കോൾഡ്. ഇപ്പോൾ ബിസിനസ്സിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. Dash is a collection of all the accounts debited or credited in journal or day books. അപ്പോൾ എന്താണ് ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഇൻ ജേണൽ ഓർ ഡേ ബുക്സ്. അപ്പോൾ ജേണൽ അല്ലെങ്കിൽ ഡേ ബുക്സിൽ ഉള്ള അക്കൗണ്ട്സിന്റെ ഡെബിറ്റ് ചെയ്ത് ക്രെഡിറ്റ് ചെയ്ത അക്കൗണ്ട്സിന്റെ കളക്ഷനെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചത്. ആൻസർ ലെഡ്ജർ. വളരെ എളുപ്പമാണ്. മൂന്നാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് എൻറ്ററിംഗ് ട്രാൻസാക്ഷൻ ഇൻ ജേണൽ ഈസ് കോൾഡ് ഡാഷ്. ഒരു ജേണലിൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ജേണലൈസിംഗ്. നാലാമത്തെ ചോദ്യം, അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആർ എൻറ്റേർഡ് ഇൻ. അപ്പോൾ നമുക്ക് അസറ്റ്സ് നമ്മൾ ക്രെഡിറ്റിന് ആണ് നമ്മൾ വിറ്റതെങ്കിൽ, ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ആർ എൻറ്റേർഡ് ഇൻ ഏത് ബുക്കിലാണ് എൻ്റർ ചെയ്യുന്നതെന്നാണ് ഓപ്ഷൻ. ജേണൽ പ്രോപ്പറിലാണ്. അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആർ എൻറ്റേർഡ് ഇൻ ജേണൽ പ്രോപ്പർ. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. നല്ലൊരു ചോദ്യമാണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ട് ഹോൾഡർ ഇൻ എ ബാങ്ക്. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് ബാങ്കിലുള്ള അക്കൗണ്ട് ഹോൾഡറാണ് പ്രിപ്പയർ ചെയ്യുന്നത്, പ്രത്യേകം ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് ടൈപ്പ് ഓഫ് എറേഴ്സ് എഫക്ട് ദ എഗ്രിമെന്റ് ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിന്റെ എഗ്രിമെന്റിനെ അഫക്ട് ചെയ്യുന്ന എറേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ എഫക്ട് ചെയ്യുന്ന എറർ എന്ന് പറയുന്നത് എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ ആണ് ഇതിനെ അഫക്ട് ചെയ്യുന്ന എറർ. ഓക്കെ, ഡാഷ് ഈസ് ദ term used to show the decrease in the value of natural resources like mines, quarries, etc. അപ്പോൾ നമുക്ക് നാച്ചുറൽ റിസോഴ്സ് ആയിട്ടുള്ള മൈൻ, കോറി ഇതിന്റെയൊക്കെ വാല്യൂയിലുള്ള ഡിക്രീസിനെ സൂചിപ്പിക്കുന്ന ടേം എന്താണെന്നാണ് ചോദ്യം. ഉത്തരം ഡിപ്ലീഷൻ. ഡിപ്ലീഷൻ ആണ് ഉത്തരം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിപ്ലീഷൻ. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മെഷീൻസ്, വെഹിക്കിൾ അങ്ങനെയുള്ളതിന്റെയൊക്കെ ഡിക്രീസിന്റെ വാല്യൂ നമ്മൾ ഡിപ്രീസിയേഷൻ എന്നാണ് പറയാം. അപ്പോൾ രണ്ട് വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. ഇനി എട്ടാമത്തെ ചോദ്യം, ഇഫ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഗിവൺ ആസ് എൻ ഐറ്റം ഇൻ ദ ട്രയൽ ബാലൻസ് then it will be. അപ്പോൾ ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു ഐറ്റം ആയിട്ട് തന്നാൽ അത് എങ്ങനെയായിരിക്കും നമ്മൾ ഇത് ചെയ്യാൻ? ക്രെഡിറ്റഡ് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണോ, ക്രെഡിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട് ആണോ, ഷോ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് ആണോ, നൺ ഓഫ് ദീസ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുക. ഒമ്പതാമത്തെ ചോദ്യം, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഇസ് എ ഡാഷ് ഇസ് എ ഓർ ആൻ ഡാഷ്. അപ്പൊ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് അസറ്റ് ആണ്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ കറന്റ് അസറ്റിൽ വരുന്നതാണ്, അത് അസറ്റ് ആണ്. ഇനി 10 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 2 മാർക്കാണ് വരുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. കംപ്ലീറ്റ് ആസ് പെർ ദ ഹിന്റ് ഗിവൺ. കറന്റ് അസറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ആയിട്ടാണ്. അപ്പൊ ഫിക്സ്ഡ് അസറ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത് എനി കറക്റ്റ് ഐറ്റം. ഓക്കെ, ലോങ് ടേം. അതുപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് ഇതായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതില് ഹിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണുള്ളത്. ലോങ് ടേം ലയബിലിറ്റി ഏതിലെ വരണമെന്ന് നമുക്കറിയാം. അതുപോലെ കറന്റ് ലയബിലിറ്റി. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, ഇന്നത് മാത്രം എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന്റെ എക്സാമ്പിൾ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, റൈറ്റ്. നിങ്ങൾക്കിത് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. കംപ്ലീറ്റ് ജേണൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് 11ാമത്തെ ചോദ്യം. ക്യാഷ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു ഡാഷ് അക്കൗണ്ട് 50,000. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. അപ്പോൾ ക്യാഷ് മുടക്കി നമ്മളൊരു ബിസിനസ് തുടങ്ങി. അപ്പോൾ അതിന് എൻട്രി എങ്ങനെ വരും? ക്യാഷ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് പറയുക. ഇനി അടുത്ത ചോദ്യം, ഡാഷ് ഡെക്റ്റഡ് ടു ഡാഷ് പെയ്ഡ് റെന്റ് കൊടുത്തു, 4000 രൂപ കൊടുത്തു. അപ്പോൾ നമ്മൾ എങ്ങനെ എൻട്രി വരാ? ക്യാഷ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു റെന്റ് അക്കൗണ്ട് ഡെക്റ്റഡ് എന്നാണ് വരിക. ഓക്കെ, റെന്റ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഓക്കെ, റെന്റ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഈ മൂന്നാമത്തെ ചോദ്യം, ക്യാഷ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു സെയിൽസ്. അപ്പോൾ ഇവിടെ ഡി അതിന്റെ
അതിന് മുമ്പുണ്ട്. ഓക്കെ, പെയ്ഡ് റെന്റ് നമ്മൾ പറഞ്ഞു. അടുത്തത് ക്യാഷ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു സെയിൽസ്. ഇതിന്റെ ഓപ്ഷൻ എന്താണെന്നുള്ളതാണ് ക്യാഷ് സെയിൽസ് എന്നുള്ളതാണ് ഇതിന്റെ ഓപ്ഷൻ. നമ്മൾ പൈസ കൊടുത്തൊരു സാധനം വാങ്ങിച്ചതിന് ക്യാഷ് അക്കൗണ്ട് ഡെക്റ്റഡ് ടു സെയിൽസ് ആണ് വരിക. ഓക്കെ, 12ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ആയിട്ട് വരും. ഇനി 12ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ എനി ടു റീസൺസ് ഫോർ ദ ഡിസ്അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ ക്യാഷ് ബുക്ക് ബാലൻസ് ആൻഡ് പാസ്ബുക്ക് ബാലൻസ്. പാസ്ബുക്ക് ബാലൻസും ക്യാഷ് ബുക്ക് ബാലൻസും തമ്മിലുള്ള വ്യത്യാസത്തിനുള്ള 2 കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ചെക്ക് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് ബട്ട് നോട്ട് അറ്റ് പ്രസന്റ് ഫോർ പേയ്മെന്റ്. അപ്പോൾ ചെക്ക് ഇഷ്യൂഡ് ബൈ ദ ബാങ്ക് നമ്മളെ ബാങ്ക് ഇഷ്യൂ ചെയ്തുള്ള ചെക്ക് നമ്മൾ പേയ്മെന്റിന് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വ്യത്യാസം വരാം. പിന്നെ ചെക്സ് പെയ്ഡ് ഇൻ ടു ബാങ്ക് ബട്ട് നോട്ട് അറ്റ് കളക്ടഡ്. ചെക്ക് പേ ചെയ്ത് ബാങ്കിൽ, പക്ഷെ അത് കളക്ഷന് പോകാൻ നമുക്കറിയാലോ. ചെക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ബാങ്കാണെന്ന് കളക്ഷന് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അത് റിയലൈസ്ഡ് ആവുള്ളൂ. അപ്പോൾ അത് വരാം. മൂന്നാമത്തെ ചോദ്യം, ഡയറക്ട് ഡെബിറ്റ്സ് മെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമർ. കസ്റ്റമറിന്റെ ബേസിൽ ചെയ്യുന്ന ഡയറക്റ്റ് ഡെബിറ്റുകൾ, എമൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ബാങ്ക് അക്കൗണ്ട് ഡയറക്ട്ലി ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻസ് കളക്ടഡ് ബൈ ദ ബാങ്ക് കളക്ട് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റും ഡിവിഡൻസും, പിന്നെ ഡയറക്ട് പേയ്മെന്റ്സ് പെയ്ഡ് ബൈ ദ ബാങ്ക് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ്, പിന്നെ ചെക്സ് ഡെപ്പോസിറ്റ് ഓർ ബിൽസ് ഡിസ്കൗണ്ട് ഓർ ഡിസോണേഡ്. ഇതാണ് വരാം. ഇതിന് 2 പോയിന്റ് എഴുതിയാൽ മതിയാവും. ഓക്കെ, സ്റ്റേറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ. എന്താണ് റിസർവ്, എന്താണ് പ്രൊവിഷൻ? റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന്റെ ഒരു ഭാഗമാണ് നമ്മൾ റിസർവിലേക്ക് മാറ്റി വെക്കുന്നത്. എന്നാൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പ്രോഫിറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ചാർജ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ച് ബാഡ് ഡെബ്റ്റ്സ് അതൊക്കെ ഉണ്ട്. അപ്പൊ അത് നമുക്ക് അതിനൊരു പ്രൊവിഷൻ കാണണം. കാരണം അടുത്ത വർഷം നമുക്ക് ഈ പൈസ നമുക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയില്ലെങ്കിലും നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ടുള്ള അതിന്റെ ഒരു പ്രൊവിഷൻ കാണും. അപ്പൊ അത് അങ്ങനെ വരും. പിന്നെ ഇറ്റ് ഈസ് റിസർവ് എന്ന് പറയുന്നത് ഇസ് മെയ്ഡ് ഫോർ സ്ട്രെങ്തനിങ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് റിസർവ് വരാം. എന്നാൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ക്രിയേറ്റഡ് ഫോർ നോൺ ലയബിലിറ്റി ഓർ എക്സ്പെൻസ് റിലേറ്റഡ് ടു കറന്റ് പീരീഡ് എമൗണ്ട് വിച്ച് ഇസ് നോട്ട് സർട്ടൈൻ. നമുക്ക് ബാധ്യത ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാനുള്ള എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു നോൺ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് നമ്മൾ മാറ്റി വെക്കുന്നതിനാണ് പ്രൊവിഷൻ എന്ന് പറയാം. ഈ റിസർവിന്റെ അടുത്ത ഓപ്ഷൻ, റിസർവ് ഓപ്ഷൻ അടുത്തൊരു കാര്യം, റിസർവ് ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ആഫ്റ്റർ ദ ക്യാപിറ്റൽ എമൗണ്ട്. ക്യാപിറ്റൽ എമൗണ്ടിന് ശേഷം ലയബിലിറ്റി സൈഡിലാണ് റിസർവ് കാണിക്കുന്നത്. എന്നാൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ആസ് എ ഡിഡക്ഷൻ ഫ്രം ദ ഐറ്റം ഓൺ ദ അസറ്റ് സൈഡ് ഓർ ഓൺ ദ ലയബിലിറ്റി സൈഡ് അലോങ് വിത്ത് ദ കറന്റ് ലയബിലിറ്റി. ഇനി റിസർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്ക്രീഷൻ ഓഫ് ദ മാനേജ്മെന്റ്. അപ്പൊ മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുന്നത് റിസർവ് എത്ര ചെയ്യണം വേണ്ട എന്നുള്ളത്. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറി ടു അസർട്ടൈൻ ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ് ഇൻ കംപ്ലൈൻസ് വിത്ത് പ്രൊവിഡൻസ് ഓർ കൺസർവേറ്റിസം കൺസെപ്റ്റ്. കൺസർവേറ്റിസം കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രൂ പ്രോഫിറ്റിനെ ട്രൂ ലോസിനെ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇതാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യമാണ്. ക്യാപിറ്റൽ ബാലൻസ് 50,000 ആസ് പെർ ട്രയൽ ബാലൻസ് ആൻഡ് യു ആർ റിക്വയർഡ് ടു പ്രൊവൈഡ് 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ നമ്മളൊരു ക്യാപിറ്റൽ ബാലൻസ് ട്രയൽ ബാലൻസ് പ്രകാരം 50,000 രൂപയുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു 10% ഇൻട്രസ്റ്റ് ക്യാപിറ്റലിന് കൊടുക്കേണ്ടതുണ്ട്. ഷോ ഇറ്റ് വിൽ അപ്പിയർ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുക? ഷോ ദ ട്രീറ്റ്മെന്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ്? ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് RS 5,000 ആണ്. അതാണ് അതിന്റെ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് അത് കാണിക്കാം. പിന്നെ ആഡ് ദ ക്യാപിറ്റൽ ഇൻ ദ ലയബിലിറ്റി സൈഡ് ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ RS 5,000, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5,000 അല്ല 50,000 ആണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. 50,000 10%, 15 to 10/100 5,000 ആണ്. 55,000 ആണ് നമ്മൾ കാണിക്കുക വിത്തൗട്ട് കൺസിഡറിംഗ് ദ എമൗണ്ട് ഗീവ് ഫുൾ മാർക്സ്. അപ്പൊ അതാണ് നമുക്ക് ഓർ വിത്തൗട്ട് കൺസിഡറിംഗ് ദ എമൗണ്ട്, അതിപ്പോ നമുക്ക് എമൗണ്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ അടുത്ത 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്ക് മറ്റു വീഡിയോയുമായിട്ട് ഒരുമിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ പാർട്ട് 2 അടുത്ത റിലീസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണണം. മാക്സിമം ആൾക്കാരിലേക്ക് പരീക്ഷ എഴുതുന്നവർക്ക് ഷെയർ ചെയ്യുക. അല്ല കൃത്യമായിട്ട് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ അക്കൗണ്ടിങ് ഏത് സബ്ജക്റ്റും വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും ദിസ് ഈസ് റെൻസ് തോമസ് സൈനിങ് ഔട്ട്.